ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, ചിലർക്ക് ചിരിക്കാൻ പറ്റാതെ ഇളിക്കുന്ന ആ ഒരവസ്ഥ നമ്മൾ കണ്ടെത്തുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കാം. ചിരിക്കുന്നതും ഇളിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചിലരുടെ ചിരി കണ്ടിട്ട് എന്താ നീ ഇളിച്ച് കാണിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നവരുണ്ട്. പിന്നെ ആർക്കാണ് ശരിക്കും ചിരിക്കാൻ പറ്റുക? മദർ തെരേസ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു പുഞ്ചിരിക്ക് ഒരാത്മാവിനെ നേടിയെടുക്കാൻ പറ്റും. ഒരു വ്യക്തിയെ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പുഞ്ചിരിക്ക് അവരെ നയിക്കാൻ പറ്റും. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എപ്പോഴും നമ്മൾ പ്രസംഗിക്കണം, അത്യാവശ്യത്തിന് മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. 2 സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞു പോയതാണ്. ആകെപ്പാട് ചെയ്തത്, ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കവലയിൽ പോയി നിന്നിട്ട് അതിൻ്റെ നേരെ വരുന്ന വ്യക്തികളെയൊക്കെ നോക്കി പുഞ്ചിരിച്ചു. കൂടെ ഉണ്ടായിരുന്ന പ്രദേശത്ത് വിചാരിച്ച് ഇത് കഴിഞ്ഞിട്ട് പ്രസംഗം തുടങ്ങും. പക്ഷെ അന്ന് പ്രസംഗമേ ഉണ്ടായിരുന്നില്ല. നമുക്കിനി നമ്മുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓർമ്മിപ്പിച്ചു. ബ്രദർ പറഞ്ഞത് സുവിശേഷ പ്രഘോഷണത്തിന് പോകാമെന്നാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മളത് നടത്തി നമ്മൾ അവരെ ഒന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ ഒരു സുവിശേഷ പ്രഘോഷണമായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, എപ്പോഴും പ്രഘോഷിക്കുക, അത്യാവശ്യത്തിന് വാക്കുകൾ ഉപയോഗിക്കുക. ആർക്കാണ് ശരിക്കും ഈ ഒരു ചിരി അവരുടെ മുഖത്തുണ്ടാവുക? സുസ്മേരവദനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വലിയ ഒരു ഗിഫ്റ്റാണ്. അതുണ്ടാകണമെങ്കിൽ നമുക്ക് ഹൃദയം മലിനമാകാതെ ഹൃദയം ശുദ്ധമായിരിക്കണം. മലിന ഹൃദയർ സുസ്മേരവദനം സ്വപ്നം കാണേണ്ടതില്ല. അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. അവർ ചിരിച്ചാലും നല്ലൊരു ചിരി അവരുടെ ഭാഗത്തു നിന്നും അവർക്ക് നൽകാൻ സാധിച്ചെന്ന് വരത്തില്ല. നമുക്കറിയാമല്ലോ, ഹൃദയവും മനസ്സും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പ്രഭാഷകൻ 13:25 വചനം എടുക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യം, ഹൃദയത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ച് മുഖഭാവം മാറും. മുഖത്തൊരു പുഞ്ചിരി വരണമെങ്കിൽ ഹൃദയം നന്നായിരിക്കണം. മദർ തെരേസ സൂചിപ്പിച്ചൊരു കാര്യം, സ്മൈൽ എ വൈൽ യു സ്മൈൽ അനദർ സ്മൈൽസ് ആൻഡ് സൂൺ ദർ വിൽ ബി മൈൽസ് ആൻഡ് മൈൽസ് ഓഫ് സ്മൈൽ. എന്നിട്ട് അവർ പറഞ്ഞത്, ലൈഫ് ഈസ് വർത്ത് വൈൽ യു സ്മൈൽ. നമുക്കറിയാലോ എൻ്റെ അർത്ഥം. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കണം. അങ്ങനെയുള്ളിടത്ത് ജീവിക്കുന്നത് സുന്ദരമായി മാറും എന്നുള്ളത് ഈ വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ്. അതിന് ഹൃദയം മലിനമാണെങ്കിൽ ഹൃദയത്തെ വിശുദ്ധീകരിച്ചെടുക്കണം. ഹൃദയത്തിൽ നന്മ നിറയ്ക്കണം. ഹൃദയത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്കാണ് നല്ല പുഞ്ചിരി മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കുന്നത്. ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാമത്തെ വചനം പറയുന്നത്, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. ഞാൻ പറഞ്ഞല്ലോ, ഹൃദയത്തിൽ നന്മയാണെങ്കിൽ അത് മുഖത്ത് പ്രകടമാകും. ഹൃദയത്തിലെ നിക്ഷേപം നല്ലതാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കും. നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന ഏറ്റവും നല്ല നിക്ഷേപം എന്ന് പറയുന്നത്, എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം, സ്വർഗത്തിലെത്തണം, അങ്ങനെ നിത്യമായി ദൈവമഹത്വത്തിൽ എനിക്ക് വാഴണം. ഇതെല്ലാം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരാകുന്ന വ്യക്തികൾക്ക്. മർക്കോസ് 7:14 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഹൃദയം മലിനമാണെങ്കിൽ, മനസ്സ് മലിനമാണെങ്കിൽ അതനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്തകൾ. ദുഷ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, മോഷണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉത്ഭവിക്കുന്നത് ചീത്ത ഹൃദയത്തിൽ നിന്നാണ്, മുറിവേറ്റ മനസ്സിൽ നിന്നാണ്. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, മനസ്സ് ആരോഗ്യമുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം, ചിലർക്ക് ചിരി ഒരു ജന്മവാസന. ചിലരവർ എന്തു പറയുമ്പോഴും, അതുപോലെ തന്നെ അവർ പ്രസംഗിക്കുമ്പോഴാണേലും ഒരു പുഞ്ചിരിയോടുകൂടി മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കന്യാസ്ത്രീയെക്കുറിച്ച് ഒരു അഭിമന്യ പിതാവ് ഒരു കമൻറ്റ് പറഞ്ഞത്, ഞാൻ കാണുമ്പോഴെല്ലാം ഈ സിസ്റ്റർ ഒരു ചിരിക്കൊടുക്കേ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ ചിരിച്ചുകൊണ്ട് അവർ വർത്തമാനം പറയത്തുള്ളൂ. അവരുടെ മുഖത്ത് അങ്ങനെ ഒരു പുഞ്ചിരി. ചിലർക്കതൊരു ജന്മവാസനയായി കിട്ടിയിരിക്കുന്ന വ്യക്തികളുണ്ട്. വേറെ ചിലർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം നഷ്ടമായി. ഹൃദയം മലിനമായപ്പോൾ, ജീവിതം പാപത്തിലേക്ക് വഴുതി വീണപ്പോൾ, അങ്ങനെയുള്ളവർ അവരുടെ ഹൃദയവും മനസ്സും ശരീരവുമൊക്കെ വിശുദ്ധീകരിച്ചെടുക്കുമ്പോഴാണ് ഈ സുസ്മേരവദനം നമുക്ക് സാധ്യമാകുന്നത് എന്ന കാര്യം നാം തിരിച്ചറിയണം. ഗലാത്യർ 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നമുക്കാർക്കും ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. ഹൃദയം ശുദ്ധമല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ചിരിച്ചു കാണിക്കാം, വേണേ പഞ്ചാര വർത്താനം പറയാം, പക്ഷെ അതൊന്നും ആത്മാർത്ഥമാകില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 26:23 വചനം പറയാണ്, മലിനഹൃദയം മറച്ചു വെച്ച് മധുരമായിട്ട് സംസാരിക്കുന്നത് അത് ചില പാത്രത്തിൻ്റെയൊക്കെ കൊത്തുപണി പോലെയാണ്.
പുറമേ കാണുന്ന കൊത്തുപണിയും മനോഹരമായിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ മലിനമായിരിക്കാം. മലിന ഹൃദയം മറച്ചു വെച്ച് മധുരവാക്കുകൾ പറയുന്ന വ്യക്തികൾ അതുപോലുള്ളവരാണെന്ന് നമുക്കറിയാം. ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റില്ല. ദൈവം നമ്മുടെ അറിയുന്നവനാണ്. നമുക്കുള്ളതും ഇല്ലാത്തതുമൊക്കെ കർത്താവ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഹൃദയം മലിനമാകുന്നത് എങ്ങനെയാണ്? പല രീതിയിൽ നമ്മുടെ ഹൃദയം മലിനമാകാം. മലിനമായാൽ സുസ്മേരവദനം സാധ്യമാകില്ല. ഒരു നല്ല പുഞ്ചിരി നൽകാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരില്ല. 1 സാമുവേൽ 25:37 ഹൃദയം കഠിനമായാൽ അത് ശിലാതുല്യമായി മാറും. അങ്ങനെയുള്ളവർക്ക് നല്ല രീതിയിലൊന്ന് ചിരിക്കാൻ പോലും പറ്റുന്നു വരില്ല. 2 മക്കബായർ 5:21 അഹങ്കാരം ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം വിരൂപമാകും, ഹൃദയം മലിനമാകും. മർക്കോസ് 16:14 മുതൽ വായിക്കുമ്പോൾ അവിശ്വാസം നമ്മുടെ ഹൃദയത്തെ മലിനമാക്കും. അങ്ങനെയുള്ള വ്യക്തികളെ നോക്കി അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഉദ്ധിതനായ കർത്താവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഹോസിയ 10:2 വായിച്ചാൽ വഞ്ചിക്കുന്ന ഹൃദയം അത് മലിന ഹൃദയമാണ്. അതുപോലെ തന്നെ 1 മക്കബായർ 2:24 നമ്മൾ കാണുന്നത് വിദ്വേഷം നിറഞ്ഞ ഹൃദയം കൊലപാതകത്തിന് പോലും സന്നദ്ധത കാട്ടിയെന്ന് വരും. പ്രഭാഷകൻ 30:21 വായിക്കുമ്പോൾ ദുഃഖത്തിന് അധീനമായ ഹൃദയം. ചിലർക്ക് ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പ്രസന്നവദനം അവർക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ദുഃഖത്തിൻ്റെ പുത്രിയായി ജീവിക്കുന്നവരുണ്ട്. യെരമ്യാ 23:26 വ്യാജം നിറഞ്ഞ ഹൃദയം മലിനമാണ്. അവർക്ക് ഇങ്ങനെയൊരു പുഞ്ചിരി നൽകാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ കോപം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ദൈവത്തെപ്പോലും പഴിച്ചെന്ന് വരും. സുഭാഷിതങ്ങൾ 19:3 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഹൃദയം മലിനമായെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സുസ്മേരവദനം അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള ബോധ്യത്തോടെ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.